പ്രധാനമന്ത്രിയുമായി സിറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. ഫരീദാബാദിലെ അതിരൂപതയാക്കി ഉയർത്തിയതിനു ശേഷമുള്ള സൗഹൃദ സന്ദർശനമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ഛത്തീസ്ഗഡിലെ വിഷയങ്ങൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ ഉന്നയിച്ചേക്കുമെന്നാണ് വിവരം. മതപരിവർത്തനം സഭയുടെ ലക്ഷ്യമല്ലെന്നും നേരിട്ട് ബോധിപ്പിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാനമന്ത്രിയെ കാണുക. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുന്നു. ടോം, BJP സഭയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ മുതലേ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ വീണ്ടും പ്രധാനമന്ത്രിയുമായി സിറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം അത് എത്രമാത്രമുണ്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? ഭവ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു ഫരീദാബാദ് രൂപതയെ അതിരൂപതയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയുടെ ചുമതലയേറ്റെടുക്കൽ ചടങ്ങിൽ നടന്നത്. ആ ചടങ്ങിൽ വെച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇന്ത്യയിലെ കത്തോലിക്ക സഭയാണ് രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം ആരോഗ്യ രംഗത്തും നടത്തിയ സംഭാവനകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഈ വിഷയത്തിന് പിന്നാലെ, അതായത് ഈ ചടങ്ങിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടുകൊണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിനെ സമീപിച്ചത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് സഭാ നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര എന്നിവരുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും സഭയുടെ ആവശ്യങ്ങൾ ഇതാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗം ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉൾപ്പെടെ സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് മുന്നിൽ ബോധിപ്പിക്കുകയും പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു വിഭാഗം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഈ വിഷയമടക്കം സഭാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനമായും ക്രൈസ്തവ സഭകൾ നേരിടുന്ന ഒരു വലിയ ആക്ഷേപം രാജ്യത്ത് മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ചില മേഖലകളിൽ, വടക്കേന്ത്യയിലെ ചില മേഖലകളിൽ മതപരിവർത്തനത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെയാണ് സംഘപരിവാർ സംഘടനകളുടെ വലിയ പ്രക്ഷോഭവും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണവും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിലെ കത്തോലിക്ക സഭയ്ക്ക് ഈ മതപരിവർത്തനത്തോട് താല്പര്യമില്ല, അത്തരമൊരു ഉദ്ദേശമില്ല, ലക്ഷ്യമില്ല എന്ന കാര്യം കൃത്യമായും പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, കാരണം അത് ഇന്ത്യയിൽ പല മേഖലകളിലും പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ഈ രീതിയിലുള്ള മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷെ അതിൻ്റെ ആക്ഷേപം പൂർണ്ണമായും ഈ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ആ തെറ്റിദ്ധാരണ മാറ്റും. കത്തോലിക്ക സഭയുടെ മുന്നിൽ മതപരിവർത്തനം ലക്ഷ്യമല്ല, ഇവിടുത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമാണ് പ്രധാനമായും പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇക്കാര്യം പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കും. തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നം, പ്രത്യേകിച്ചും കേരളത്തിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മലയോര മേഖലകളിലെ വിഷയങ്ങൾ, ഈ പ്രശ്നങ്ങളടക്കം പ്രധാനമന്ത്രിക്ക് മുൻപാകെ ചൂണ്ടിക്കാണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗവുമായി അടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെയാണ് ആ ശ്രമങ്ങൾക്കൊക്കെ ഛത്തീസ്ഗഡ് വിഷയം വലിയ ക്ഷീണം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ആ വലിയ ക്ഷീണം ഈ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് BJPക്ക് അടക്കം. അപ്പോൾ അതുകൂടി പരിഹരിക്കുക എന്നൊരു ഉദ്ദേശം, ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടോ? തീർച്ചയായും. കാരണം നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു സഭയും ഈ BJPയും തമ്മിലൊരു അകൽച്ച ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPയുടെ പുനഃസംഘടനയിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്ക് വലിയ പരിഗണന നൽകുന്നത്. മാത്രം അതോടൊപ്പം
ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയ നേതാക്കന്മാർക്ക് പരിഗണന നൽകുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നു. അങ്ങനെ സഭയുമായുള്ള അടുപ്പം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള, അതായത് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ വലിയ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയും കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടെ അത് മുറിവുണ്ടാക്കുകയും ചെയ്തു എന്നൊരു പ്രതീതിയൊക്കെ ഉള്ളത്. പക്ഷെ അത് മാറ്റാൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പക്ഷേ BJPയും കളമൊരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സഭയെ സംബന്ധിച്ച് അത്തരം രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ലക്ഷ്യമല്ല സഭയ്ക്കുള്ളത്. സഭയെ നേരിടുന്ന ക്രൈസ്തവ സമൂഹം രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകണം. അതോടൊപ്പം തന്നെ മറ്റു പല സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളിൽ, രാജ്യത്ത് കാർഷിക വിഷയങ്ങളിലടക്കം പ്രധാനമന്ത്രിക്ക് മുൻപാകെ സഭയുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയുമാണ് ഈ കൂടിക്കാഴ്ച കൊണ്ട് സഭ ലക്ഷ്യം വെക്കുന്നത്. ഭവ്യ. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകി.